ദാസരാം ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന. നമുക്ക് എണീറ്റ് നിൽക്കാം, കരങ്ങളൊക്കെ ഒന്ന് കൂപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ഈശോയുടെ അതിവ്യമായ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇവിടെയുണ്ട്. യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപത്തുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉൾത്ത് വസിക്കുന്നു. നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി. യേശുവെ ഞങ്ങളുടെ കണ്ണുനീരിലേക്കും വേദനകളിലേക്കും തകർച്ചകളിലേക്കും അങ്ങ് വരണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ, ഹൃദയം അനുഭവിക്കുന്ന നൊമ്പരങ്ങളൊക്കെ അങ്ങേക്കറിയാം. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണീറ്റുണ്ട്. നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമുക്ക് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തുതി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-14 വചനങ്ങൾ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. തിന്മ നിറഞ്ഞു നിൽക്കുന്ന, പാപം ഒത്തിരിയേറെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ നിന്ന് വളരെ വേഗം അനേകരെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കുന്നുണ്ട്. കർത്താവിനോട് കൂടെ ആയിരിക്കാൻ അനേകരെ വളരെ വേഗം കർത്താവ് കൊണ്ടുപോവുകയാണ്. ഞാൻ നിങ്ങളോടൊരു അനുഭവം പങ്കുവയ്ക്കട്ടെ. കഴിഞ്ഞ മാസം നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ആൽവിൻ എന്നൊരു ആൺകുട്ടി, 10 വയസ്സോളം പ്രായം കാണും. ക്യാൻസർ ബാധിച്ച ആ കുഞ്ഞിനെയുമായിട്ട് അമ്മ ധ്യാനിക്കാനായിട്ട് വന്നു. ആ കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു. ഞാൻ ആ കുഞ്ഞിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ധ്യാന ദിവസങ്ങളിൽ ആ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവരും ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവന് നന്നായിട്ട് വചനം കേട്ടു. ഞാൻ ഓർക്കാണ്, ഞാനൊരു വചനം സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഇവൻ ബൈബിൾ തുറന്ന് ആ വചനം ഉച്ചത്തിൽ വായിക്കും. പാട്ട് പാടുമ്പോൾ കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചാരാധിച്ചവൻ പാടി, കർത്താവിനെ മഹത്വപ്പെടുത്തി. സ്തുതിപ്പിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചു. ധ്യാനം കൂടി വലിയ സന്തോഷത്തോടെയാണ് ആൽവിനും അവൻ്റെ അമ്മയും ധ്യാനകേന്ദ്രത്തിൽ നിന്ന് മടങ്ങിയത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഒരു രോഗമാണ് ക്യാൻസർ. ക്യാൻസറിൻ്റെ പിടിയിലായിരിക്കുന്ന
അനേക ലക്ഷം മനുഷ്യരുന്നുണ്ട്. ആ കുഞ്ഞിനെ ക്യാൻസർ മാരകമായിട്ട് ബാധിച്ചിരുന്നു. ആ കുഞ്ഞിനെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചു. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ആ കുഞ്ഞ് കർത്താവിനോടൊപ്പം സ്വർഗത്തിലുണ്ട്. അവൻ കഴിഞ്ഞ ധ്യാനത്തിൽ നന്നായിട്ട് പങ്കെടുത്തു, പാടി ആരാധിച്ചു, സ്തുതിച്ചു, കർത്താവിനെ മഹത്വപ്പെടുത്തി. നിഷ്കളങ്കനായ കുട്ടി. ബാല്യകാലം കടന്ന് കൗമാരത്തിലേക്ക് അവൻ വന്നതേയുള്ളൂ. അവന് കാര്യമായ ഒരു പാപങ്ങളും ചെയ്തിട്ടില്ല. അവൻ ഈശോയുടെ സ്വന്തമായിരിക്കുക. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും എല്ലാം കണ്ണുനീരിലേക്കാക്കിക്കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. ജ്ഞാനം 4:13-14. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. നോക്കുക, വളരെ വേഗം ആ കുഞ്ഞ് പൂർണ്ണതയിലേക്ക് വരികയാണ്. പൂർണ്ണതയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യേശുവിനാൽ നിറയുക എന്നുള്ളതാണ്. അവൻ പങ്കെടുത്ത ധ്യാനത്തിലൂടെ തന്നെ അവൻ യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു. യേശുവിനാൽ അവൻ നിറഞ്ഞു. അവൻ യേശുവിന് പൂർണ്ണമായിട്ട് സ്വന്തമായ അനുഭവത്തിലാണ് ധ്യാനം കഴിഞ്ഞ് മടങ്ങിയത്. അവൻ കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ആ കുഞ്ഞിനെ ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞിനെ കർത്താവ് തിന്മയുടെ മധ്യത്തിൽ നിന്ന് വേഗം രക്ഷിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ജനതകൾ കണ്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപരിപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. ഇത് ലോകത്തിന് മനസ്സിലാവത്തില്ല. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ധ്യാനം കൂടിയിട്ട് കുഞ്ഞ് എന്തുകൊണ്ട് സൗഖ്യം പ്രാപിച്ചില്ല? ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. ദൈവത്തിൻ്റെ പദ്ധതി ഈ കൗമാരപ്രായത്തിൽ തന്നെ അവൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന്. വെളിപാടിൽ നാം വായിക്കുന്നില്ലേ ഇങ്ങനെ, വിജയം വരിക്കുന്നവരെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കും. വെളിപാട് 3:21. കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ കർത്താവ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി. അവനെ ഓർത്ത് ആരും കരയേണ്ട, അവനിന്ന് സ്വർഗത്തിലുണ്ട്. മാലാഖമാരോടൊപ്പം അവൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. നമുക്ക് ആ കുഞ്ഞിനെ ഓർത്ത് സന്തോഷിക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവവചനം അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന തകർച്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. 28-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം, ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാകില്ല. ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. കുരുടൻ അന്ധകാരത്തിലെന്ന പോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയും. കുരുടൻ അന്ധകാരത്തിൽ നടക്കുന്നത് പോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയും. എന്താ കാരണം? ദൈവത്തിൻ്റെ വചനം നീ അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വഴികളിലൂടെ നീ നടന്നില്ല. അങ്ങനെ നടക്കാതെ വരുമ്പോൾ ഇവിടെ വചനഭാഗത്ത് പറയുന്നു അനേകം രോഗങ്ങൾ ഉണ്ടാകുമെന്ന്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അർബുദ രോഗം. ക്യാൻസറിന് അർബുദമെന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുന്നു, അതൊരു കാരണം. ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനേകർ ക്യാൻസറായതിൻ്റെ കാരണം എന്താ? ഈ അടുത്ത നാളിൽ ഒരു പ്രമുഖ
പത്രത്തിൽ വന്ന ലേഖനങ്ങൾ ഞാൻ വായിക്കുവാനിടയായി. ആ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 8ഓളം കീടനാശിനികൾ കൃഷികൾക്ക്, പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ കടന്നു വരുന്നു. മാരകമായ ക്യാൻസർ കടന്നു വരിക. അനേക സംസ്ഥാനങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ മാരകമായ ഈ കീടനാശിനികൾ ഉപയോഗിക്കുക. ഈ കീടനാശിനി ഉപയോഗിച്ച് വളർത്തി ഉണ്ടാക്കിയ ഈ പച്ചക്കറി ഭക്ഷിക്കുന്ന വ്യക്തികൾ നാളുകൾ പിന്നിടുമ്പോൾ ക്യാൻസർ രോഗം ബാധിക്കുക. മജ്ജയിൽ ക്യാൻസർ, അസ്ഥിയിൽ ക്യാൻസർ, ഗർഭപാത്രത്തിൽ ക്യാൻസർ, ബ്രസ്റ്റിൽ ക്യാൻസർ, തലച്ചോറിൽ ക്യാൻസർ. ഞാൻ ആ പത്രത്തിൽ വായിച്ചു 8ഓളം കീടനാശിനികളുടെ ഉപയോഗം മൂലം മാരകമായ ക്യാൻസർ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. അതുമാത്രമല്ല, ഈ കീടനാശിനികൾ ഉപയോഗിച്ച പറമ്പുകളിൽ ഒഴുകുന്ന വെള്ളം ഭൂമിക്കടിയിലേക്ക് താന്ന് ആ വെള്ളം കിണറ്റിലെത്തിച്ചേരുകയാണ്. ആ വെള്ളം കുടിക്കുന്നതിലൂടെ അനേകം സഹോദരിമാർ വന്ധ്യതയിലേക്ക് പോകുന്നു. അവർക്ക് അണ്ഡോൽപാദനം നടക്കുന്നില്ല, അണ്ഡത്തിന് വളർച്ച ഉണ്ടാകുന്നില്ല, മക്കളെ പ്രസവിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം മാരകമാണിത്. നമ്മളിത് ശ്രദ്ധിക്കണം. പച്ചക്കറി വാങ്ങി ഭക്ഷിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് പച്ചക്കറികൾ കൃഷി ചെയ്ത് അത് വേവിച്ച് ഭക്ഷിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. ഈ കീടനാശിനികൾ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ രോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇത് വൈദ്യശാസ്ത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രകൃതിക്കെതിരായിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ എല്ലാം മനുഷ്യന് എതിരാകുന്നത് നമ്മൾ കാണുകയാണ്. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാം. അമിതമായ വിഷമുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. അതിലൂടെ ഒരു പരിധിവരെ ഈ മാരകമായ ക്യാൻസറിനെ നമുക്ക് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും. ക്യാൻസർ രോഗികൾ രോഗത്തെ ഓർത്ത് ഭയപ്പെടേണ്ട. മരുന്നിന് നിന്നെ രക്ഷിക്കാനായില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിന് നിന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും യേശു നിന്നെ തൊടും. നിൻ്റെ ക്യാൻസർ അവിടുന്ന് ഏറ്റെടുക്കും. ക്യാൻസർ രോഗത്തിൻ്റെ അണുക്കൾ നിൻ്റെ ശരീരത്തിലുള്ളത് കർത്താവ് തൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ നിർവീര്യമാക്കും. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ക്യാൻസർ രോഗികൾ അവിടെ ക്യാൻസറുള്ള ഭാഗത്തേക്ക് വലത് കരം വയ്ക്കുക. കിടപ്പ് രോഗിയാണെങ്കിൽ കൂടെയുള്ളവർ ആ വ്യക്തിയുടെ ശിരസിൻ്റെ മേൽ കരങ്ങൾ വയ്ക്കുക. നമുക്കൊന്നു ചേർന്ന് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ ക്യാൻസർ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. ബ്ലഡ് ക്യാൻസർ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. തലച്ചോറിലെ ക്യാൻസർ വിട്ടുമാറട്ടെ. അസ്ഥികളിലെ ക്യാൻസർ വിട്ടുമാറട്ടെ. ബ്രസ്റ്റിൽ ക്യാൻസർ ബാധിച്ച എല്ലാ സഹോദരിമാരും സൗഖ്യമാവട്ടെ. ഗർഭപാത്രത്തിലെ ക്യാൻസർ വിട്ടുമാറട്ടെ. കർത്താവെ, കരുണയോടെ തുടരണമേ. ക്യാൻസർ ബാധിച്ച സകലരെയും അങ്ങ് പൂർണ്ണമായി സൗഖ്യമാക്കണമേ. മരുന്നോ ലേപന ഔഷധമല്ല, കർത്താവെ, അങ്ങയുടെ വചനം അയച്ചുകൊണ്ട് എല്ലാ ക്യാൻസർ രോഗികളെയും ഇപ്പോൾ തൊടണമേ, ഇപ്പോൾ സൗഖ്യമാക്കണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുരക്തമൊഴുക്കണമേ. ക്യാൻസർ രോഗത്തിലേക്ക് മനുഷ്യ ശരീരത്തെ നയിക്കുന്ന രോഗാണുക്കൾ നിർവീര്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് അനേകം ക്യാൻസർ രോഗികളെ ഇപ്പോൾ സ്പർശിക്കുന്നു. ധ്യാനത്തിൽ പങ്കെടുത്ത് ക്യാൻസർ രോഗത്തിന് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയ കർത്താവിൻ്റെ പ്രിയ മക്കളുടെ സാക്ഷ്യം ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ടിൻസി. ഞാൻ കുറവലങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ക്യാൻസർ ആയിരുന്നു. 4th സ്റ്റേജ് ആയപ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അതുവരെ അറിയത്തില്ലായിരുന്നു ക്യാൻസർ ആണെന്നുള്ള കാര്യം. ഞങ്ങൾ RCCയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നപ്പം ഡോക്ടർ ചെക്ക് ചെയ്തപ്പം പറഞ്ഞു ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജാണ്. ഏകദേശം ഒരു ബ്രസ്റ്റ് ഫുള്ളായി. ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു.
ആദ്യം ഒരു കോഴ്സ് 6 ഡോസ് കീമോ എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഞങ്ങൾ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാബു ബ്രദറിൻ്റെ ധ്യാനം ഗുഡ് ന്യൂസിൽ നവംബർ മാസത്തിൽ കൂടാൻ വന്നു. ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് CT സ്കാൻ ഉണ്ടായിരുന്നു. ഞാൻ CT സ്കാൻ ചെയ്യാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് CT സ്കാൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ ലിവറിലും ബോണിലും എല്ലായിടത്തും സ്പ്രെഡായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എല്ലായിടത്തും ആയാലോ, ദൈവം പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. എന്തായാലും അത് ഞങ്ങൾക്ക് മാറിക്കിട്ടി. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോൺ സ്കാൻ്റെ റിപ്പോർട്ട് ബോൺ സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു. ബോൺ സ്കാൻ ചെയ്യാൻ ചെന്നപ്പം അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബോണിനകത്ത് എങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. ഞങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ വെഞ്ചരിച്ച വെള്ളം കുടിക്കുകയും കയ്യിൽ കുരിശ് വരയ്ക്കുകയും കീമോ എടുക്കാൻ ക്യാനിലിട്ട് കഴിയുമ്പം കയ്യിൽ കുരിശ് വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ദൈവം എനിക്ക് കീമോ എടുത്തിട്ട് ഒരു തവണ പോലും ഛർദി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും കീമോയുടേതായ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കീമോ എല്ലാം രണ്ടാമത്തെ കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. ഡോക്ടർമാർ പറഞ്ഞു 4 കീമോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ലിവറിനകത്ത് സിസ്റ്റൊക്കെ മാറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 2.6 ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ കീമോ കഴിഞ്ഞ് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലിവറിനകത്തൊരു സിസ്റ്റിൻ്റെ ചെറിയൊരിത് പോലും കാണുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു 2.6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു, ഇത് 2 കീമോയിലൊന്നും പോകാൻ ചാൻസ് ഇല്ല, ഇത് ഭയങ്കര അത്ഭുതമായി എന്ന് പറഞ്ഞു. എന്തായാലും ദൈവം എനിക്ക് അതിന് ഭയങ്കര ഒരു മാറ്റം തന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങൾ വീണ്ടും കീമോയ്ക്ക് പോയി. കീമോയുടെ എണ്ണം കുറയുമെന്ന് ആദ്യമൊക്കെ വിചാരിച്ചു. പക്ഷേ കീമോയുടെ എണ്ണം ഒന്നും കുറഞ്ഞില്ല. അവർ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തില്ല വീണ്ടും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇത് മാറത്തില്ല, ചുരുങ്ങത്തേ ഉള്ളതെന്നാണ് പറഞ്ഞത്. 4ാമത്തെ കീമോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒന്നുകൂടെ ധ്യാനത്തിന് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആയിരുന്നു. ദൈവമേ ഒന്നും ആയിരുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയുണ്ടായിരുന്നു. ഞാനിവിടെ ഫെബ്രുവരി മാസത്തിൽ വീണ്ടും ധ്യാനം കൂടി. സാബു ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ എനിക്കിങ്ങനെ ക്യാൻസറാണ്, എൻ്റെ ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടായിരുന്നു, ഇപ്പം ലിവറിനകത്തും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ലിവറിനകത്തെ കാണുന്നില്ല, ബോൺ സ്കാനിങ് നെഗറ്റീവായി കണ്ട് ഇനിയിപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 18-ാം തീയതി എനിക്ക് ഓപ്പറേഷന് ഡേറ്റും തന്നു. 16-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ 6ാമത്തെ കീമോയ്ക്ക് എന്നപ്പോൾ അവർ പറഞ്ഞു 6ാമത്തെ കീമോ ചെയ്ത് കഴിയുമ്പം ചെയ്യുന്നതിന് മുമ്പായിട്ട് സർജനെ കണ്ട് ഓപ്പറേഷന് മുമ്പുള്ള ടെസ്റ്റുകൾക്കെല്ലാം കുറിച്ച് വാങ്ങിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് ടെസ്റ്റിനെല്ലാം എഴുതി തന്നു. ECG എല്ലാം എടുക്കാനുണ്ടായിരുന്നു. എല്ലാം ടെസ്റ്റ് ചെയ്ത് അവർ നഴ്സുമാർ പറഞ്ഞു അവിടെ നിന്ന് ഇപ്പം ബില്ലടിച്ചിട്ട് പൊക്കോ വന്നാൽ ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ബില്ലടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അന്ന് അവിടെ സ്റ്റേ ചെയ്യണമായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു കീമോ. അപ്പം ബില്ലെങ്ങാനും തികയാണ്ട് വന്നാലോ എന്നോർത്ത് ഞങ്ങളന്ന് ബില്ലടയ്ക്കാൻ ചെന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അടച്ചില്ല, പിന്നെ അടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോന്നു. എന്തായാലും പിറ്റേ ദിവസം കീമോ ചെയ്യാനായിട്ട് ചെയ്തപ്പം ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അന്ന് ആ ഡോക്ടർ ലീവായിരുന്നു. വേറൊരു ഡോക്ടറിനെയാണ് കണ്ടത്. ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ റിപ്പോർട്ട് ജസ്റ്റ് മറിച്ച് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ CT റിപ്പോർട്ട് ഡോക്ടർ കണ്ടു. CT റിപ്പോർട്ടിനകത്ത് എൻ്റെ ബോണിലും ലിവറിലും എല്ലാം കണ്ടുകൊണ്ട് ഡോക്ടറിന് ഡൗട്ടായിട്ട് ബോൺ സ്കാൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ബോൺ സ്കാൻ ചെയ്ത റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞപ്പം ബോൺ സ്കാനകത്ത് ഒന്നുമില്ലയെന്നും കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതിപ്പം എന്താണെന്ന് നോക്കണം, കാരണം ബോൺ സ്കാനകത്ത് കാണാതെ വന്ന എന്താണെന്ന് നമുക്കറിയണം എന്ന് പറഞ്ഞു. അവർ ഡോക്ടർ തന്നെ വന്നപ്പം സ്കാൻ ചെയ്ത ഡോക്ടർമാരെ വിളിച്ചു നോക്കി. CTക്കകത്ത് ഇത്രയൊക്കെ കണ്ട് ബോൺ സ്കാനകത്തൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വരേണ്ടതല്ല, CTയിൽ ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിലും ബോൺ സ്കാനകത്ത് അത് ക്ലിയറായിട്ട് കാണേണ്ടതാണെന്ന് പറഞ്ഞു. എൻ്റെ നെഞ്ചിലെ എല്ലിൽ, ഇടുപ്പിൽ, നട്ടലിനെല്ലാം ഉണ്ടായിരുന്നു, സ്പ്രെഡായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒന്നുകൂടെ ബോൺ സ്കാൻ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോൺ സ്കാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്നു. ബോൺ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടർ തന്നെ വിളിച്ച് പറഞ്ഞ് വേഗം തന്നെ ആക്കി. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാർ സർജന് അതിൻ്റെ ബ്രസ്റ്റെല്ലാം എക്സാമിൻ ചെയ്ത് 6ാമത്തെ കീമോയും കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കീമോ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെന്ന് ഡോക്ടറിനെ കണ്ടു. അവർ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 11 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ ബ്രസ്റ്റിലെ തടിപ്പ്. അത് പൂർണ്ണമായിട്ട് മാറി. ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരുന്നു, ഭയങ്കര കട്ടിക്കൊക്കെ ഇരിക്കുകയായിരുന്നു, ഭയങ്കരമായിട്ട് സോഫ്റ്റൊക്കെ ആയി. അങ്ങനെത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു എന്തായാലും ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന ബാക്കി 6 ഡോക്ടർമാരുമായിട്ട് ഒപ്പീനിയൻ എടുത്തു എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണ്ട, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഒരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെറുതായിട്ട് തോളിനൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നുമല്ല, കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഇനി ചെക്കപ്പിന് വന്നാൽ മാത്രം മതി, എനിക്കിപ്പം മെഡിസിൻ ഒന്നുമില്ല,
എനിക്കിവിടെ ധ്യാനത്തിന് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് തുമ്മലുണ്ടായിരുന്നു. എനിക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. തുമ്മി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തുമ്മുമ്പോഴത്തേക്ക് മൂക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് വരുമായിരുന്നു. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മൂക്കിലെ നെയ്സൽ ടിഷ്യൂസ് സോഫ്റ്റ് ആയതുകൊണ്ട് അത് പൊട്ടി ബ്ലഡ് വരുന്ന പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കരമായിട്ട് വരും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ എനിക്കിങ്ങനെ തുമ്മലിൻ്റെ ഭയങ്കര അസുഖമാണ്, എനിക്കത് ഭയങ്കരമായിട്ട് ബ്ലഡ് വരുമോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞു പ്രാർത്ഥിച്ചോ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ എനിക്ക് ഇടയ്ക്കൊക്കെ തുമ്മലുണ്ടാവും, പക്ഷേ ഇതുവരെ ബ്ലഡ് വന്നിട്ടില്ല. എൻ്റെ മൂക്കിൽ ഇന്നുവരെ ബ്ലഡ് വന്നിട്ടില്ല. എൻ്റെ ദൈവം എനിക്കെല്ലാം മാറ്റി തന്നു. എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. ദൈവത്തിന് 1000 നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. മത്തായി സുവിശേഷം 5:35 സ്വർഗത്തെ കൊണ്ട് ആണ ഇടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. ഈ ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. ദൈവം ഈ ഭൂമിയിൽ നിറഞ്ഞു വസിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കുന്നു. നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ നശിപ്പിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അമിതമായ കീടനാശിനി പ്രയോഗത്തിലൂടെ നശിപ്പിക്കുക, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യുക, ഇത് നമ്മൾ ചെയ്യരുത്. ഇത് മാരകമായ തിന്മയാണ്. ദൈവത്തിനെതിരായിട്ട് തന്നെ ചെയ്യുന്ന പാപമാണിത്. അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം. പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ കടന്നു വരുന്ന മാരകമായ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എത്രയോ ക്യാൻസറുകളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് തൊടും, ക്യാൻസറും ട്യൂമറുമൊക്കെ വിട്ടുമാറും. യേശുവിൻ്റെ ആ വലിയ സൗഖ്യസ്പർശനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാ ക്യാൻസർ രോഗികളെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ മുറിവിലെ കരം വെച്ച് സൗഖ്യമാക്കാം. നട്ടലിൽ ക്യാൻസർ ബാധിച്ചവരെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസ്ഥികളെ ക്യാൻസറിന് മേൽ കർത്താവിൻ്റെ സ്പർശനമുണ്ടാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അങ്ങ് തൊടണമേ. എല്ലാ ശരീരത്തിൻ്റെ ക്യാൻസർ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗർഭപാത്രത്തിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. ഓവറിയിലെ ക്യാൻസർ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയോടെ അങ്ങ് സ്പർശിക്കണമേ. ഈ സമയങ്ങളിൽ അനേകം ക്യാൻസറുകളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യശക്തി ഒഴുകുന്നു. അനേകരെ കർത്താവ് കരുണയോടെ തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായ്ക്കുള്ളിലുള്ള ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിന് ബാധിച്ച ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. കർത്താവേ ആണിപ്പാടിൽ കരമിക്കണം. അത്ഭുത സൗഖ്യം നടക്കട്ടെ. ക്യാൻസറുകൾ സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി.